നിങ്ങൾ തമ്മിൽ ഇനിയൊരു കൂടിക്കാഴ്ചയോ സംസാരമോ ഉണ്ടാവില്ല. ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നതിന് മുൻപുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണിത്. ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേ. എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. ഇത് ചെമ്പട്ടാണല്ലോ, ദേവി ധരിക്കുന്ന അതേ സാരി. അമ്മേ, ഇത് സച്ചങ്ങൾ ആരതി ആന്റിയും കൂടെ കൊണ്ടുവന്നതാ. ആശ്രമത്തിലെ ഭക്ഷണം സച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രുചിയുണ്ടായിരുന്നു. ഞാനിവിടെ ഉള്ളപ്പോ സ്വാമിനിമാർക്കൊപ്പം ആഹാരം വയ്ക്കാനും വിളമ്പാനും എല്ലാം കൂടുമായിരുന്നു. അപ്പോ വക്കീലിനെ കല്യാണം കഴിക്കുന്നവർക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. നല്ല രുചിയുള്ള ആഹാരം കഴിക്കാം അല്ലേ? ആരാണാവോ ആ ഭാഗ്യവാൻ? ആ ഭാഗ്യം സച്ചിക്ക് കിട്ടണമെന്ന് ഞാൻ മാത്രം ആഗ്രഹിച്ച പോരല്ലോ. സച്ചിയുടെ മനസ്സിലിപ്പോഴും അർച്ചന ഒരു വിഗ്രഹമായിട്ടിരിക്കുവല്ലേ. വക്കീലെന്താ ഒന്നും പറയാത്തെ? എന്തു പറയാൻ, ഞാൻ കല്യാണം കഴിക്കാതിരുന്നാലോന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. അയ്യോ, അതെന്താ അങ്ങനെ? നമ്മളൊന്ന് ആഗ്രഹിക്കും, ദൈവം മറ്റൊന്ന് വിധിക്കും. ആഗ്രഹിക്കുന്നത് കിട്ടാതെ കിട്ടുന്നതിനെ സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും. പക്ഷേ എനിക്കെന്തോ അതിന് തോന്നുന്നില്ല. അങ്ങനല്ല വക്കീലെ, എന്റെ അനുഭവം തിരിച്ചാ. അർച്ചനെ വിവാഹം കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്രതീക്ഷിതമായി അവളെ വിവാഹം കഴിക്കേണ്ടി വന്നിട്ട് പോലും ഞാൻ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. അവളെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, ഉപേക്ഷിക്കാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് പതുക്കെ പതുക്കെ അവളെന്റെ ജീവനായി മാറി.